Hello friends, I am Nissa from Nissa's Kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ രീതിയിൽ ചീരത്തോരൻ തയ്യാറാക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചീര ഒരു കെട്ട്. ചീര നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കളയുക. പിന്നീട് അതിൻ്റെ ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോള ഒരെണ്ണം മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് 3 എണ്ണം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്. 2 തണ്ട് കറിവേപ്പില. ഉണക്കമുളക് 2. തേങ്ങ ചുരണ്ടിയത് അരമുറി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കടുക് 1 ടീസ്പൂൺ. ഉഴുന്ന് 1 ടീസ്പൂൺ. വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തീരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് മുഴുവൻ ഏകദേശം പൊട്ടിത്തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് എണ്ണയിൽ കിടന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഉഴുന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയാൻ. മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാം. ചീരത്തണ്ടിന് കുറച്ചൊരു വേവുള്ളത് കൊണ്ട് ആദ്യമേ ചീരത്തണ്ട് ചേർത്ത് വഴറ്റിയ ശേഷം വേണം ചീരയുടെ ഇല ചേർക്കാനായിട്ട്. ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക. ചീര വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തണ്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ചീരത്തണ്ട് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് തിരുമിയെടുത്ത തേങ്ങയാണ്. ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുപോലെ വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ലോ ഹീറ്റിൽ കുക്ക് ചെയ്യാം. മൂടി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ചീരയില അരിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചീരയിലൊക്കെ ഒട്ടും വേവില്ല. അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഹീറ്റിൽ ഒരു 3-4 മിനിറ്റ് ഇതിനെ വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചീര ചേർത്ത ശേഷം മൂടി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല. തോരൻ കുഴഞ്ഞു പോകും. ചീര തോരൻ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ ചീരത്തോരൻ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് റൈസിനൊപ്പം വളരെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.